ഹായ് ഡിയേഴ്സ്, ആമിക്കും ലച്ചുവിനും ബർത്ത്ഡേ കിട്ടിയ ഒരു ഡ്രസ്സാണ് ഇത്. ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നാലും മേലെ നെക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചു. അതുപോലെ കോളർ ഇഷ്ടപ്പെടാതെ ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായും കാണണേ. എന്നാൽ വീഡിയോയിലോട്ട് കിടക്കുന്നുണ്ട്. ഡ്രസ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം മേൽഭാഗം ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ 2 കൈക്കുഴിയും നേരെ പിടിച്ച് ലെവലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ പിറകിലോട്ട് മടക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ, അതായത് ബാക്ക് പോർഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹുക്കാണോ സിബാണോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റേതായ രീതിയിൽ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ ഞാനെടുത്ത ഈ ഡ്രസ്സിൻ്റെ ബാക്കിൽ സിബാണേ, അതുകൊണ്ട് സിബ് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. സിബ് മേലെ ഭാഗത്താണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് സിബ് അങ്ങ് മുറിഞ്ഞു, പിന്നെ 2 പണിയായി കിട്ടും നമുക്ക്. സിബ് പിന്നെ പുതിയ സിബൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും. ഞാൻ കട്ട് ചെയ്ത മേലെ ഭാഗം ഒന്ന് മാറ്റി വെച്ച ശേഷം താഴെ ഭാഗത്ത് നല്ല മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. സാധാരണ ഡ്രസ്സിൻ്റെ ഒക്കെ അടിവശമൊക്കെ അടിക്കുന്നില്ലേ, അതുപോലെ തന്നെ 2ആക്കി ഫോൾഡ് ചെയ്തിട്ട് അതൊന്ന് മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. അതിപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നില്ല, മടക്കി അടിക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊരു കൈ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കൈ എന്ന് പറഞ്ഞാൽ വലിപ്പത്തിലൊന്നുമല്ല, ഒരു വള്ളി പോലെ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ നിന്ന് പീസ് കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഡ്രസ്സിൻ്റെ മേലെ ഭാഗത്തുള്ള ആ ഒരു പീസ് തന്നെ നമുക്ക് 2ആയി കട്ട് ചെയ്തെടുത്ത് കൈയായിട്ട് വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ എൻ്റെ ഈ ഡ്രസ്സിന് റിബൺ ഉണ്ട്, മേലെ റിബണാണ് കേട്ടോ കോളർ പോലെ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റിബൺ ഒന്ന് അഴിച്ച് മാറ്റിയിട്ട് അത് വെച്ചാണ് ഞാൻ കൈ ചെയ്യുന്നത്. അതുപോലെ അത് അഴിച്ചെടുത്ത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കുന്നുണ്ട്. ഇനി ആ റിബണിൻ്റെ നല്ല ഭാഗം ഉള്ളിലായി വരുന്ന വിധത്തിൽ ഞാനതൊന്ന് മടക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് മിഷൻ കൊണ്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മറിച്ചിടണം. അപ്പോൾ മറിച്ചിടുമ്പോൾ എങ്ങനെയാണെന്ന് അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഒരു സേഫ്റ്റി പിന്നെടുത്ത് അതിൻ്റെ ഉൾവശത്ത് കൂടി ഒന്ന് ആ പിന്നൊന്ന് കുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉൾവശത്ത് നിന്ന് പുറകോട്ട് തന്നെ കുത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു സേഫ്റ്റി പിന്ന് ഉള്ളിലായിട്ട് വരുന്ന വിധത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സേഫ്റ്റി പിന്ന് മെല്ലെ മെല്ലെ കോർത്ത് താഴോട്ടേക്ക് വന്ന് അതിനൊന്ന് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ സേഫ്റ്റി പിന്നെ താഴോട്ടാക്കുന്നതിനനുസരിച്ച് മേലെ ഭാഗത്തുനിന്ന് പൊന്തിച്ച് അങ്ങ് കൊടുക്കണം. നല്ല ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അടിവൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കാണുകയില്ല, അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് ആ മേലെ ഭാഗത്ത് നിന്നുള്ള ഡ്രസ്സ് കൊണ്ട് ഇതുപോലെ കൈയായിട്ട് അടിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു കളർ തന്നെ റിബണ് വാങ്ങിയാലും മതി, റിബണ് തന്നെ വാങ്ങി അടിച്ചു കൊടുത്താലും മതി. ഇനി അതൊന്ന് നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രസ്സിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മടക്കി അടിച്ചിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ മേലെ ഭാഗം അവിടെ കറക്റ്റായി വെച്ചൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. താങ്ക്